പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 12:15 തിരുവചനം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ടെന്നും അവ നഷ്ടപ്പെട്ടു പോകാതെ നാം ശ്രദ്ധിക്കണമെന്നും വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അശുദ്ധിയാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു പ്രധാന കാരണം. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹൃദയത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ സൂക്ഷിക്കുന്ന വൈരാഗ്യം, വിദ്വേഷം, പ്രതികാര ചിന്തകൾ, അഹങ്കാരം, പരദൂഷണം, ധനമോഹം, ഇതെല്ലാം അശുദ്ധിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നാം ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, അല്ലെങ്കിൽ വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നാറില്ല. കൂദാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ധാരാളം ദൈവ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ലഭിച്ച ദൈവ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മളിൽ ഉണ്ടോ? ഈ കൃപകൾക്ക് എന്താണ് സംഭവിച്ചത്? അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഇത് നാം കണ്ടെത്തി അത് പരിഹരിച്ച് ദൈവകൃപയിൽ ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പ്രാർത്ഥനയും തിരുവചനങ്ങളുടെ ധ്യാനവും ഉണ്ടെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെടുന്ന വഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം പരിശോധിച്ച് നമ്മുടെ ആ പാപക്കറകൾ കണ്ടെത്തി അത് ഉപേക്ഷിക്കണം. എളിമയും അനുതാപവും അനുരഞ്ജന വഴിയും നമുക്ക് വിശുദ്ധിയിലേക്ക് കടക്കാൻ സാധിക്കും. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് നാം വിശുദ്ധിയിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.